ശരി, നമുക്കിതിലേക്ക് കടക്കാം. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മിത്തുകളിലൊന്നിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഐറിഷ് പുരാണങ്ങളിലെ വളരെ വിചിത്രവും നിഗൂഢവുമായൊരു കഥ. ലോകത്തിന്റെ ഉത്ഭവത്തിൽ നിൽക്കേണ്ടവൾ, മറ്റു ദേവന്മാർക്കെല്ലാം ജന്മം നൽകിയ സാക്ഷാൽ വലിയൊരമ്മ, പക്ഷെ സ്വന്തം ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷയായ ഒരു ദേവത. ഈ നിഗൂഢതയുടെ ആഴങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. തയ്യാറല്ലേ? അപ്പോൾ ആരായിരുന്നു ഡാനു? ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഒരു മിഥോളജിയുടെ കേന്ദ്രബിന്ദുവായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ തുടക്കമായി നിൽക്കുന്ന ഒരു ദേവത എങ്ങനെയാണ് യാതൊരു അടയാളങ്ങളും അവശേഷിപ്പിക്കാതെ അങ്ങനെ അപ്രത്യക്ഷയാകുന്നത്? ഇതൊരു വലിയ വിരോധാഭാസമാണല്ലേ? സാധാരണയായി ദൈവങ്ങളെപ്പറ്റിയുള്ള കഥകൾ കാലക്രമേണ മങ്ങുകയോ മാറുകയൊക്കെ ചെയ്യാം. പക്ഷേ ഡാനുവിന്റെ കാര്യത്തിൽ അതങ്ങനല്ല സംഭവിച്ചത്. അത് ശരിക്കും ഇതിലും വലിയൊരു ദുരൂഹതയാണ്. പുരാതന ഐറിഷ് മിത്തോളജിയിലെ പ്രകാശമാനരായ ദേവന്മാരുടെ വംശമാണ് തുവാത്ത ഡെ ഡാനൻ. ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഡാനുവിന്റെ ആളുകൾ എന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മുഴുവൻ ദേവവംശവും ഒരൊറ്റ ദേവതയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേര് തന്നെ വലിയൊരു അമ്മയെ, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ദേവന്മാരെയൊക്കെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവർക്കൊക്കെ ജന്മം നൽകിയ ആ ഡാനു മാത്രം എവിടെയുമില്ല. ഈ അസാന്നിധ്യമാണ് ശരിക്കും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഡാഗ്ഡ, ലൂ തുടങ്ങിയ ദേവന്മാരുടെ കഥകളും അവരുടെ ശക്തികളും യുദ്ധങ്ങളുമൊക്കെ പുരാതന ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ കാറ്റ്മെയ്സ് ട്യൂറേഡ് പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാതന ഗ്രന്ഥങ്ങളിൽ പോലും ഡാനു ഒരക്ഷരം സംസാരിക്കുന്നില്ല കേട്ടോ. അവർ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അവർ ഒരിക്കൽ പോലും ആ കഥകളിലേക്ക് കടന്നുവരുന്നതേയില്ല. മഞ്ഞിൻമറയിലെ ഒരു സാന്നിധ്യം പോലെ അവർ അങ്ങനെ നിൽക്കുകയാണ്. ഈ വലിയ നിശബ്ദത ചരിത്രകാരന്മാരെ പോലും ശരിക്കും കുഴപ്പത്തിലാക്കുന്നുണ്ട് കേട്ടോ. 0. ഈ ഒരൊറ്റ അക്കത്തിൽ വലിയൊരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. ഡാനുവിനെ പ്രതിനിധീകരിക്കുന്ന എത്ര പ്രതിമകളുണ്ട്? 0. എത്ര ചിത്രങ്ങളുണ്ട്? 0. അവർ സംസാരിച്ചതായി രേഖപ്പെടുത്തിയ എത്ര വരികളുണ്ട്? അതും 0. പൂർണ്ണമായ ശൂന്യത. ഒരു പ്രധാന ദേവതയെക്കുറിച്ച് യാതൊരുവിധ ദൃശ്യപരമായ തെളിവുകളും അവശേഷിക്കുന്നില്ല എന്നത് വളരെ അസാധാരണമായൊരു കാര്യമാണ് തീർച്ചയായും. വിഭാഗം 1. മുഖമില്ലാത്ത ഒരു പേര്. ഇവിടെയാണ് ഭാഷാപരമായ വലിയൊരു വെളിപ്പെടുത്തൽ നടക്കുന്നത്. ഡാനു എന്ന പേര് ഒരൊറ്റ ദേവതയുടെ പേരായി എവിടെയും എഴുതിവച്ചിട്ടില്ല എന്നറിയുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടും. പകരം ആ കൂട്ടത്തെ സൂചിപ്പിക്കുന്ന ഡാനൻ എന്ന വാക്കിൽ നിന്ന് പിന്നീട് ചരിത്രകാരന്മാർ ഊഹിച്ചെടുത്ത ഒരു പേരാണ് ഡാനു. അതായത് നാം നഷ്ടപ്പെട്ടുപോയെന്ന് കരുതുന്ന ഈ ദേവത യഥാർത്ഥത്തിൽ അങ്ങനൊരു രൂപത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ലെങ്കിലോ, അങ്ങനൊരു വ്യക്തിത്വം ഒരിക്കലും നിർവചിക്കപ്പെട്ടിരുന്നില്ലെങ്കിലോ? തുവാത്ത ഡെ ഡാനന്റെ ഇതിഹാസയാത്ര പരിശോധിച്ചാൽ നമുക്ക് കാണാം. അവർ അയർലൻഡിലെത്തുന്നു, വലിയ യുദ്ധങ്ങൾ ചെയ്യുന്നു, ഒടുവിൽ മനുഷ്യരാൽ പരാജയപ്പെട്ട് പ്രകൃതിയിലേക്ക്, അതായത് കുന്നുകൾക്കും തടാകങ്ങൾക്കും കീഴിലേക്ക് മറയുന്നു. ഈ വലിയ വിജയങ്ങളിലും അവരുടെ അവസാനത്തെ പരാജയത്തിലും ഒന്നും തന്നെ ഡാനു ശാരീരികമായി അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഈ ദേവത അവരുടെ ജനതയുടെ ഉദയത്തിലും അസ്തമയത്തിലും ഒപ്പം നടന്നിരുന്നില്ല, മറിച്ച് അതിനെല്ലാം മുകളിലായിരുന്നു അവർ. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരാം. ഈ അസാന്നിധ്യം അവരെ ചെറുതാക്കുന്നുണ്ടോ, അതോ കൂടുതൽ ശക്തയായ ഒന്നായി ഉയർത്തുന്നുണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റി ചിന്തിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു രൂപമില്ലാത്തതുകൊണ്ട് മാത്രം അവൾ ഇല്ലാതാകുന്നില്ലല്ലോ. ഒരു പക്ഷേ മനുഷ്യരെപ്പോലെ ഒരു ശരീരമോ രൂപമോ എടുക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കാത്തത്ര വലിയൊരു ശക്തിയായിരുന്നു ഡാനു എങ്കിലോ? പൂർണ്ണമായി അറിയാൻ കഴിയാത്ത, എന്നാൽ എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്ന ഒരു മഹാശക്തി. വിഭാഗം 2. ദൈവിക സങ്കല്പങ്ങളെ തിരുത്തിയെഴുതുന്നു. ഇത് വളരെ മനോഹരമായി വ്യക്തമാക്കുന്നതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ഒരു ധാരണയെന്താണ്? നമ്മൾ ഗ്രീക്ക് അല്ലെങ്കിൽ റോമൻ ദേവന്മാരെ പോലെ മനുഷ്യരൂപമുള്ള സിംഹാസനത്തിലിരിക്കുന്ന ദൈവങ്ങളെയാണ് സാധാരണയായി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കെൽറ്റിക് വിശ്വാസം അങ്ങനെയല്ല. അവിടെ ദൈവികത ലോകത്തിന് പുറത്തുള്ള ഒന്നല്ല. അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. നദികളിലും വനങ്ങളിലും കുന്നുകളിലുമാണ് അവർ ദൈവികത ദർശിച്ചത്. പ്രശസ്ത ചരിത്രകാരനായ ബാരി കൺലിഫിന്റെ വാക്കുകൾ ഇത് ശരിവെക്കുന്നുണ്ട്. പവിത്രത എന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിലോ രൂപത്തിലോ ഒതുങ്ങുന്ന ഒന്നമായിരുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിൽ തന്നെയാണ് വിശുദ്ധി കുടികൊള്ളുന്നത്. ദേവന്മാർ എവിടെയോ ഇരുന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നവരല്ല, ലോകം തന്നെ അവരായിരുന്നു എന്നാണ് അവരെന്ന് വിശ്വസിച്ചിരുന്നത്. ഐറിഷ് പുരാണങ്ങളിലെ മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള ജോൺ കാരിയുടെ വിശകലനവും ഇതുതന്നെയാണ് പറയുന്നത്. നാം ജീവിക്കുന്ന ഈ ലോകത്തിന്റെ അതിരുകളിലാണ് ദൈവികതയുള്ളത്. അത് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു രൂപമല്ല, മറിച്ച് ചില പ്രത്യേക സ്ഥലങ്ങളിലും ചില പ്രത്യേക നിമിഷങ്ങളിലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ചൈതന്യമാണ്. മിറാൻഡ ആൾഡ്ഹൗസ് ഗ്രീൻ വളരെ വ്യക്തമായി പറയുന്നു, കെൽറ്റിക് ദേവതകൾ ഒരു കഥയിലെ വെറും കഥാപാത്രങ്ങളല്ല എന്ന്. അവർ പ്രകൃതിയുടെ ഫലഭൂയിഷ്ഠത, ഉത്ഭവം, നിലനിൽപ്പ് എന്നീ അവസ്ഥകളാണ്.
അവരെ ഒരു കഥയിൽ അങ്ങനെ തളച്ചിടാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. റൊണാൾഡ് ഹണ്ടൻ പറയുന്നതുപോലെ ഡാനു അപ്രത്യക്ഷയായതല്ല, നമ്മുടെ കാഴ്ചപ്പാടാണ് തെറ്റ്. കെൽറ്റിക് ജനത ഒരിക്കലും ഡാനുവിനൊരു രൂപമായി കണ്ടിരുന്നില്ല. രൂപമില്ലാത്ത ഒന്നിന് രൂപം നൽകാൻ ശ്രമിക്കുന്നത് നമ്മുടെ മാത്രം പ്രതീക്ഷയാണ്. അവളുടെ അസാന്നിധ്യം ഒരു കുറവല്ല, മറിച്ച് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. വിഭാഗം 3. ഇന്തോ യൂറോപ്യൻ നദീവേരുകൾ. ഡാനു എന്ന പേരിന്റെ വേരുകൾ കെൽറ്റിക് സംസ്കാരത്തിനും എത്രയോ മുമ്പുള്ളതാണ്. അതിപുരാതനമായ ഇന്തോ യൂറോപ്യൻ ഭാഷയിൽ ഡാനു എന്നാൽ ഒഴുകുന്ന വെള്ളമെന്നാണർത്ഥം. ജീവൻ നൽകുന്ന, ഭൂമിയിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ ചലനത്തെയാണ് അത് ശരിക്കും സൂചിപ്പിക്കുന്നത്. അതെ, ഡാനു എന്നത് കേവലമൊരു പേരായിരുന്നില്ല, അത് ജലമായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂറോപ്പിലെ ഏറ്റവും വലിയ നദികളുടെ പേരുകളൊന്ന് ശ്രദ്ധിച്ചേ. ഡാന്യൂബ്, ഡോൺ, ഡ്നിപ്പർ, ഡ്നിസ്റ്റർ. ഈ പേരുകളെല്ലാം ഡാനു എന്ന മൂലപദത്തിൽ നിന്ന് വന്നവയാണ്. ഇതൊരു വെറും ശബ്ദസാമ്യമല്ല കേട്ടോ. കെൽറ്റിക് ജനത അയർലൻഡിലെത്തുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ യൂറോപ്പിലാകെ പരന്നുകിടക്കുന്ന ഒരു വലിയ വിശ്വാസത്തിന്റെ ബാക്കി പത്രമാണിത്. ഇത് യൂറോപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഇന്ത്യയിലെ അതിപുരാതനമായ വൈദിക പരമ്പരകളിലും ഡാനു എന്നൊരു സങ്കല്പമുണ്ട്. ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ പ്രപഞ്ചജലത്തെയാണ് അവിടെയും ഡാനു എന്ന് വിളിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പുരാതന മനുഷ്യർ ജലത്തെയും ജീവന്റെ തുടക്കത്തെയും ഒരു ദൈവീക ശക്തിയായി കണ്ടിരുന്നു എന്നതിന്റെ വലിയൊരു തെളിവ് കൂടിയാണിത്. വിഭാഗം 4. എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതെ, ഇതാണ് നമ്മൾ ഇത്രയും നേരം തേടിയ ആ വലിയ സത്യം. ഡാനു ഒരിക്കലും അപ്രത്യക്ഷയായിട്ടില്ല. കഥകളിൽ അവൾ ഇല്ലാത്തതിന് കാരണം ആ കഥകൾക്ക് തന്നെ അടിസ്ഥാനമായ വലിയ പ്രപഞ്ചജലം അവളായതുകൊണ്ടാണ്. എല്ലാറ്റിലും ജന്മം നൽകുന്ന ഒരു അടിസ്ഥാന ശക്തിക്ക് ഒരു സാധാരണ കഥാപാത്രമായി ചുരുങ്ങാൻ കഴിയില്ലല്ലോ. ലോകത്തിന്റെ ഘടനയിൽ തന്നെ അവർ എക്കാലവും അങ്ങനെ ഇഴചേർന്നിരിക്കുകയാണ്. ഈയൊരു അന്വേഷണം അവസാനിക്കുമ്പോൾ നിങ്ങളോടായൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന ഏറ്റവും വലിയ ശക്തികൾ നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെയുണ്ട്. എന്നാൽ അവ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് നാം പലപ്പോഴും അത് കാണാതെ പോകുന്നു. ഇതുപോലെ നിങ്ങളുടെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ കാണാതെ പോകുന്ന മറ്റു വലിയ ശക്തികൾ എന്തൊക്കെയുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.